സ്കിൻ വൈറ്റൻ ആവും, 2 ഷെയ്ഡ് ഇൻക്രീസ് ആവും, 100% ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എത്തിഗ്ലോയുടെ ഫേസ് വാഷിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് കൂടുതലും വന്നൊരു റിക്വസ്റ്റ് എന്നല്ല, എല്ലാവരും ചോദിച്ച ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു, ഫേസ് മാത്രം ബ്രൈറ്റ് ആക്കിയാൽ മതിയോ, ഇപ്പം നമ്മുടെ കൈയൊക്കെ ടാൻ അടിച്ചിരിക്കുന്ന, കൈയും കാലും പാദവും ഒക്കെ ടാൻ അടിച്ചിരിക്കുന്ന, അതിനൊക്കെ എന്താ ഒരു സൊല്യൂഷൻ? അപ്പോൾ എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. എത്തിഗ്ലോ ഫേസ് വാഷ് ആണ്. കാരണം എത്തിഗ്ലോയുടെ കമ്പനിക്ക് അവർക്ക് സോപ്പും ഉണ്ട്, അതായത് നമ്മുടെ കൈയും അതേ കാലിൻ്റെ പാദവും ഒക്കെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പം അവിടെയൊക്കെ ടാൻ അടിച്ചാലും ഒന്ന് ഡള്ളായാലും നമുക്ക് മാറ്റാം ഈ സോപ്പ് യൂസ് ചെയ്താൽ മതി. അതായത് എത്തിഗ്ലോ ഫേസ് വാഷിൻ്റെ എത്തിഗ്ലോ സോപ്പ് ഉണ്ട്. അപ്പോൾ ആ സോപ്പ് യൂസ് ചെയ്താൽ മതി. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോവുകയും അതുപോലെ തന്നെ നമ്മുടെ ഡൾനെസ്സും അതുപോലെ നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കൈയുടെയും കാലിൻ്റെ പാദത്തിൻ്റെയൊക്കെ ടാൻ റിമൂവ് ആവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം നല്ല 100% ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ എനിക്ക് അന്ന് വന്നൊരു ചോദ്യമാണ്, അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വെളുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ബ്രൈറ്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ മറച്ചു വെച്ചേക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കളർ നമ്മുടെ കൈക്കും കാലിൻ്റെ പാദത്തിനും ഒന്നും ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മൾ നിരന്തരം നല്ലതുപോലെ സൺ എക്സ്പോഷർ ആയിട്ട് നമ്മൾ സൺ എക്സ്പോസ്ഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കൈയൊക്കെ നല്ലപോലെ ഡള്ളായിരിക്കും, അതുപോലെ ടാൻ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനേ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്സിൽ എന്ത് കളറുണ്ടോ അത് നമ്മുടെ സ്കിന്നിനും കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അല്ലാതെ അങ്ങ് വെളുത്ത് തുടുത്ത് സ്വവക്കത്തൊന്നും ഇല്ല, അതേ കണക്ക് തന്നെ ഭയങ്കര അങ്ങ് വെളുക്കത്തും ഇല്ല. അതുകൊണ്ട് വെളുപ്പ് ഫെയർനെസ് എന്നൊരു സാധനത്തിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയല്ല കേട്ടോ. ഇതാണ് എത്തിഗ്ലോയുടെ സോപ്പ്. ഞാൻ സൈഡിൽ പിക്ചർ കൊടുത്തേക്കുന്നത്. അവർ അവകാശപ്പെടുന്നത് വെച്ചാൽ സ്കിൻ വൈറ്റൻ ആവുമെന്നാണ്. സ്കിൻ വൈറ്റൻ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൻ വൈറ്റൻ ആവും, പക്ഷെ വൈറ്റനിങ് എന്നുള്ള ഒരു രീതിയിലല്ല, ബ്രൈറ്റനിങ് എന്നുള്ള രീതിയിൽ. അതായത് നമ്മുടെ ടാനൊക്കെ റെഡ്യൂസ് ചെയ്ത് അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ ടാനൊക്കെ പോയി ഡെഡ് സ്കിന്നൊക്കെ പോയി നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കും. 1-2 ഷെയ്ഡ് ഇൻക്രീസ് ആവും, പക്ഷേ അങ്ങ് ഭയങ്കര വൈറ്റനിങ് എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 110 റുപ്പീസാണ്, അതായത് 110 രൂപയാണ്. അതുപോലെ ഇതിനകത്ത് കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് കോജിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡും എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലിസറിനും ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഭയങ്കര ഹൈപ്പ് കൊടുത്ത് സംസാരിക്കാനും പറ്റത്തില്ല. എന്നാൽ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട് ഗൈസ്, നല്ല അടിപൊളി റിസൾട്ടാണ്. അതായത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കും, ടാനൊക്കെ ഒന്ന് നല്ലപോലെ ടാൻ റെഡ്യൂസ് ചെയ്യും. ടാൻ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക്, ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മുടെ കൈയൊക്കെ, ഇപ്പോൾ വണ്ടി ഓടിക്കുന്നവർ, പുറത്ത് ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ കൈയൊക്കെ നല്ലതുപോലെ ടാൻ ആവും. അപ്പോൾ 100% നിങ്ങളുടെ ടാൻ റെഡ്യൂസ് ചെയ്യും. 1-2 ഷെയ്ഡ് നിങ്ങളുടെ സ്കിൻ ഇമ്പ്രൂവ് ആവുകയും ഷെയ്ഡ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. പക്ഷേ വൈറ്റനിങ് എഫക്റ്റ് അല്ല, ബ്രൈറ്റനിങ് എഫക്റ്റ്, ടാനൊക്കെ റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അത് വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കും, ഞാൻ റിപ്ലൈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഉടനെ തന്നെ ഞാൻ റിപ്ലൈ വീഡിയോ, അതായത് ഞാനിപ്പം ഇനി അടുത്തത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസലിൻ ഗ്ലൂട്ടാഹയുടെ കുറേ പേര് ഭയങ്കര നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സംശയങ്ങൾ മാറ്റാനുള്ള വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. ടാറ്റ.